നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. ഒരു പുതിയ വീഡിയോയിലേക്ക് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അക്ഷയ തൃതീയയെപ്പറ്റിയും അക്ഷയ തൃതീയ ദിവസം അശ്വതി മുതൽ ആയില്യം നക്ഷത്രത്തിൽ അതുവരെയുള്ള ജനിച്ചവരുടെ എന്തെല്ലാം ശേഖരിക്കാൻ കൊള്ളാം, എന്തെല്ലാം ദാനം ചെയ്യാൻ കൊള്ളാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. 2024 മെയ് മാസം 10-ാം തീയതി രാവിലെ 4:17 അക്ഷയ തൃതീയ തുടങ്ങുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ ആദ്യത്തെ ശുക്ലപക്ഷ തൃതീയ തിഥിയാണ് ഇതിന് ആധാരം. അത് 10-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച വെളുപ്പിന് 4:17 രോഹിണി നക്ഷത്രത്തിൽ തിഥി ആരംഭിക്കുന്നു. അത് അടുത്ത ദിവസം ശനിയാഴ്ച വെളുപ്പിന് 2:50 വരെ മകയിരം നക്ഷത്രത്തിൽ അവസാനിക്കുന്നു. ഈ കാലയളവിൽ ഈ സമയത്ത് ഏകദേശം 22 മണിക്കൂറുണ്ട്. ഈ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ദാനം ചെയ്യുന്ന കാര്യങ്ങൾക്കുമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേക മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല എന്നാണ് ആചാര്യം പറയുന്നത്. അത്ര ശ്രേഷ്ഠമാണ് ഈ ദിവസം. അക്ഷയ എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്തതാണ്. ആ ദിവസം ശേഖരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും ക്ഷാമം ഉണ്ടാകില്ല. ദാനം ചെയ്യുന്ന എന്തെല്ലാം ദാനം ചെയ്യുന്നു ആ ദാനം ചെയ്യുന്ന ആ വർഷം നമുക്ക് തിരിച്ച് ലഭിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് അത് പറയപ്പെടുന്നത്. ഈ പിതൃദോഷമുള്ളവർ ഈ ദിവസം മലർപ്പൊടി, വെള്ളരിക്ക, തണ്ണിമത്തൻ, കുട എന്നിവ ദാനം ചെയ്യുന്നത് സാധുക്കൾക്ക് ദാനം ചെയ്താൽ പിതൃദോഷം ശമിക്കും എന്നും പറയപ്പെടുന്നു. അക്ഷയ തൃതീയ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുരാണങ്ങളിൽ ശരിക്കും പറയുന്നുണ്ട്. ഈ പുണ്യ ദിവസത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ ശ്രീ പരശുരാമൻ ജനിച്ചതെന്ന് പറയുന്നു. വേദവ്യാസനും ശ്രീ ഗണേശനും ചേർന്ന് മഹാഭാരതം എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ രചന ആരംഭിച്ചതും ഈ ദിവസം തന്നെയാണ്. മഹാഭാരതത്തിൽ കുചേലൻ്റെ കയ്യിൽ നിന്നും മഹാഭാഗവതത്തിൽ കുചേലൻ്റെ കയ്യിൽ നിന്നും ശ്രീകൃഷ്ണൻ അവൽ വാങ്ങി ഭക്ഷിച്ചത് അക്ഷയ തൃതീയ ദിവസമായിരുന്നു എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് കുചേലന് എല്ലാ ഭാഗ്യങ്ങളും ലഭിച്ചത്. ഇന്ന് മുഹൂർത്തങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗൃഹപ്രവേശം, വിവാഹം, വിദേശയാത്ര, പുതിയ വ്യാപാരം തുടങ്ങിയ ഏത് കാര്യങ്ങൾ ആരംഭിക്കാനും ഈ ദിവസം പ്രയോജനപ്പെടുത്താം. അന്ന് അഷ്ടലക്ഷ്മിമാരെയും മഹാലക്ഷ്മിമാരെയും ഭജിക്കുന്നവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പലർക്കും ഒരു ധാരണയുണ്ട്, സ്വർണം മേടിക്കാനുള്ള ദിവസമാണ് അക്ഷയ തൃതീയ എന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി കച്ചവടക്കാർ ഉണ്ടാക്കിയെടുത്തു. ഇതൊരു 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് അക്ഷയ തൃതീയക്ക് ഇത്രയധികം പ്രാധാന്യം വന്നത്. യഥാർത്ഥത്തിൽ അന്നേ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തികൾക്കും ശേഖരിക്കുന്ന വസ്തുക്കൾക്കുമൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ ദാനം ചെയ്യുന്നതിനും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ദാനം ചെയ്യുക, ഭാഗ്യം ലഭിക്കാൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ദാനം ചെയ്യേണ്ട വസ്തുക്കൾ, ധരിക്കേണ്ട വസ്തുക്കൾ, ശേഖരിക്കേണ്ടവ എന്നിവയെക്കുറിച്ച് വിശദമായി ഞാൻ താഴോട്ട് പറയുകയാണ്. അക്ഷയ തൃതീയ ദിവസം ഓരോ നക്ഷത്രങ്ങൾ ജനിച്ചവരും ശേഖരിക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ്, ദാനം ചെയ്യേണ്ട എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു സാധനം ശേഖരിക്കുമ്പോൾ അതിനൊരിക്കലും കുറവ് വരില്ല, അതിൻ്റെ കൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ടാകും. ഒരു സംഭവം നമ്മൾ ദാനം ചെയ്യുമ്പോൾ ആ ദാനം കൊണ്ട് ആ വർഷം മുഴുവൻ നമുക്ക് തിരിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പറയപ്പെടുന്നത്. അശ്വതി നക്ഷത്രത്തെപ്പറ്റി നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വർണം, സ്ത്രീകളെ തലയിൽ ചൂടുന്ന ആഭരണങ്ങൾ, പ്രത്യേകിച്ച് നെറ്റിച്ചുട്ടി, കാതിലും മൂക്കിലും ധരിക്കുന്ന ആഭരണങ്ങൾ, മുക്കൂത്തി, കമ്മൽ തുടങ്ങിയവ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഗണപതി പ്രതിമ, ശുദ്ധ വൈഡൂര്യം, വീട് നിർമ്മാണത്തിന് ആവശ്യമായ ഇഷ്ടിക, കരിങ്കല്ല് എന്നിവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. ചുവന്നതോ കറുത്തതോ ആയ നായയെ, പെറ്റ് ഡോഗ്സിനെ വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ലാൽ കിതാബി പറയുന്നു. ഇതൊക്കെയാണ് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളറുള്ള. അശ്വതി ജാതർ ഈ ദിവസം ഗണപതി ഭജനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. വിദേശബന്ധം ആരംഭിക്കാനും ഫോറിൻ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഈ ദിവസം വളരെ നല്ലതാണ്. എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അശ്വതി നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. നാരങ്ങ, ഏത്തപ്പഴം, എള്ള്, ആയുധങ്ങൾ, വൈഡൂര്യം, മുതിര, ആട്, സ്വർണ്ണത്തിലോ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ നിർമ്മിച്ച കേതുവിൻ്റെ പ്രതിമ, ചെമ്പരത്തി, തെച്ചി തുടങ്ങിയ പൂക്കൾ എന്നിവ ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അശ്വതി ജാതകളിൽ നിന്നും അന്നേ ദിവസം ഔഷധങ്ങൾ സ്വീകരിക്കുന്നതും ഈ നക്ഷത്രജാതർ ഔഷധങ്ങൾ ദാനമായി കൊടുക്കുന്നതും ചെയ്യുന്നതും വളരെ നന്ന്. മാനസിക വൈകല്യമുള്ളവരുടെ ഉന്നമനത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.
മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനും ഈ ദിവസം വളരെ നന്ന്. പ്രായം ചെന്നവരുടെ അനുഗ്രഹം ലഭിക്കുന്നത് വളരെ ഉത്തമം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ ഈ ദിവസം നല്ലതാണ്. മുതിർന്നവരുടെ അനുഗ്രഹങ്ങൾ മേടിക്കാനും ഈ ദിവസം വളരെ നന്നായിരിക്കും. ഇത് നമുക്ക് ഭരണി നക്ഷത്രത്തിൻ്റെ കാര്യം നോക്കാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ വജ്രാഭരണങ്ങൾ, നെക്ലസ്, കഴുത്ത്, മുക്കൂത്തി, ഗ്രഹോപകരണങ്ങൾ, പ്ലാറ്റിനം, വെള്ളി, സ്വർണം, വാഹനം, വീട്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രം, രത്നങ്ങളായ വജ്രം, ടർമലൈൻ, വെള്ള സഫയർ, വെള്ള സിർക്കോൺ, വെള്ള ക്രിസ്റ്റൽ, ആന, കുതിര തുടങ്ങിയ നാൽക്കാലികൾ, സംഗീതോപകരണങ്ങൾ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവ വാങ്ങുവാൻ ഈ ദിവസം വളരെ നന്ന്. സ്വർണം മാത്രമല്ല എന്നാണ് ഞാൻ ഇന്ന് പറയപ്പെടുന്നത്. ഈ ദിവസം ലക്ഷ്മി പൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ ഇടയാകും. കലാപരമായ കാര്യങ്ങൾ ആരംഭിക്കാനും ഈ ദിവസം വളരെ നന്ന്. ഡാൻസ്, പാട്ട് തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആക്ടിങ് ഒക്കെ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണ്. എന്തൊക്കെ ഇവർക്ക് ദാനം ചെയ്യാൻ നല്ലതാണ്? വെളുത്ത പശു, വജ്രം, വെള്ളിയിൽ നിർമ്മിച്ച ശുക്രപ്രതിമ, പല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യാം. സുഗന്ധവസ്തുക്കൾ, വെള്ളി, ബാർലി, കടുക്, നെയ്യ്, തൈര്, കർപ്പൂരം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അന്നദാനം ചെയ്ത് ശുഭഫലങ്ങൾ വർദ്ധിക്കുന്നതിനിടയാകും. അന്നദാനം വളരെ ഇമ്പോർട്ടൻറ്റ്. പാവപ്പെട്ടവർക്ക് അവരുടെ മകളുടെ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സഹായം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും വിട്ടുകളയരുത് എന്നാണ് ആചാര്യം പറയുന്നത്. കാർത്തിക നക്ഷത്രം നോക്കാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ, പ്രത്യേകിച്ച് നെക്ലസ്, പട്ടുവസ്ത്രങ്ങൾ, സംഗീതോപകരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ, കണ്ണട, രുദ്രാക്ഷം, ക്യാമറ, ഓഫീസ് ഫർണിച്ചർ, ശുദ്ധമാണിക്യം, ചെമ്പ്, വളകളും പാത്രങ്ങളും, വീട് നിർമ്മിക്കാൻ ആവശ്യമായ കമ്പി, സിമൻറ്റ്, തടി തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ നന്നാണ്. ശിവപൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ ഇടയാകും. വിദേശബന്ധം ആരംഭിക്കാനും സാമൂഹികപരമായ കാര്യങ്ങളിൽ നേതൃത്വം ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാനും ഈ ദിവസം വളരെ നല്ലതാണ്. ക്ലബ്ബ് തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറി ആകാൻ ഈ ദിവസം അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റും നോക്കാം. ഗോതമ്പ്, സൂര്യപ്രതിമ, ചെമ്പിലോ സ്വർണ്ണത്തിലോ നിർമ്മിച്ച സൂര്യപ്രതിമ, കുട്ടിയോടുകൂടി തവിട്ട് നിറത്തിലുള്ള പശു, ചെമ്പ്, സ്വർണം, മാണിക്യരത്നം, രക്തചന്ദനം, കാവി വസ്ത്രം, നാളികേരം, വെളിച്ചെണ്ണ, ബദാം, പനഞ്ചക്കര, രുദ്രാക്ഷം, തുളസിമാല തുടങ്ങിയവ ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അന്ധന്മാരെ സഹായിക്കാനും ഈ ദിവസം വളരെ നല്ലതാണ്. പിതാവിൻ്റെ അനുഗ്രഹം തേടണം, അതും നല്ല ദിവസമാണെന്ന്. വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ ദിവസം നികുതി ഇനത്തിൽ എന്തെങ്കിലും സർക്കാരിന് അടയ്ക്കുന്നത് നന്നായിരിക്കും. കുറച്ചെങ്കിലും അടയ്ക്കുക. ഒരുപാട് അടയ്ക്കാനുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അന്നത്തെ ദിവസം കൊണ്ട് അടയ്ക്കുക. ഇനി അടുത്ത രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രയെ വെള്ളി ആഭരണങ്ങൾ, ഗ്രഹം എന്തെല്ലാം മേടിക്കാമെന്നാണ്, എന്തെല്ലാം ശേഖരിക്കാമെന്ന് പറഞ്ഞത്. അവരെ രോഹിണി ജനിച്ചവർ വെള്ളി ആഭരണങ്ങൾ, ഗ്രഹം മോടി പിടിപ്പിക്കാൻ ആവശ്യമായ സാമഗ്രികൾ, ഗൃഹനിർമ്മാണത്തിൻ്റെ പെയിൻറ്റ്, സാനിറ്ററി ഉപകരണങ്ങൾ തുടങ്ങിയവ, ശയോപകരണങ്ങൾ, കട്ടിൽ തുടങ്ങിയത്, ഘടികാരം, ക്ലോക്ക്, ക്യാമറ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, വാഹനം, വീട്, ഫിഷ് ടാങ്ക്, ടെലിവിഷൻ, പമ്പ് സെറ്റ്, മറ്റ് അലങ്കാര വസ്തുക്കൾ, രത്നങ്ങളായി മുത്ത്, ചന്ദ്രകാന്തം, ആഭരണങ്ങളിൽ ധരിക്കുന്ന ലോക്കറ്റുകൾ, ഭൂമി, ഫർണിച്ചർ തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ നന്നായിരിക്കും. ദേവീ പൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. വടക്ക് ദിക്കിൽ വീട് വാങ്ങുന്നതോ പണിയുന്നതോ ഉത്തമമായിരിക്കും. ഇനി രോഹിണി നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ദാനം ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. വെളുത്ത അരി, മുത്ത്, ചന്ദ്രകാന്തക്കല്ല്, വെള്ളപ്പട്ട്, പാൽ നിറച്ച പാത്രം, നെയ്യ് നിറച്ച പാത്രം, ശംഖ്, വെളിയിൽ തീർത്ത ചന്ദ്രപ്രതിമ, കർപ്പൂരം, കരിമ്പ്, പുഷ്പങ്ങളായ വെള്ളത്താമര, മന്ദാരം, മുല്ല തുടങ്ങിയവ ദാനം ചെയ്യുന്നത് വളരെ നന്നാണ്. മാതാവിൻ്റെ അനുഗ്രഹം തരണം. മാനസിക അസുഖമുള്ളവരെ സഹായിക്കണം. കുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ നൽകണം. ഇതൊക്കെയാണ് പറയുന്നത്. ശുഭഫലങ്ങൾ ഇതൊക്കെയാണ് ദാനം ചെയ്യേണ്ട വസ്തുക്കൾ. ഇനി മകയിരത്തിലാണെങ്കിൽ നക്ഷത്ര സ്വർണം, വെള്ളി എന്തൊക്കെ ശേഖരിക്കാമെന്നാണ് പറയുന്നത്. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പാദസരം, ഗൃഹത്തിൽ ആവശ്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, ഭൂമി, വീട്, ജനറേറ്റർ, പമ്പ് സെറ്റ്, രത്നമായ ചെമ്പവിഴം, വെളുത്ത പവിഴം തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ അനുയോജ്യമാണ്. ദേവീ പൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ആയുധ അഭ്യാസ പരിശീലനം ആരംഭിക്കാൻ ദിവസം വളരെ നല്ലതാണ്. ആയുധ അഭ്യാസ പരിശീലനങ്ങൾ ആരംഭിക്കാൻ കൊള്ളാം. എന്താണ് ദാനം ചെയ്യേണ്ടത്?
ചുവന്ന വസ്ത്രം, പവിഴക്കല്ല്, ചുവന്ന കാള, ചെമ്പ്, വെള്ളി, തേൻ, സിന്ദൂരം, പയർ, പുഷ്പങ്ങളായ ചെമ്പരത്തി, ചുവന്ന തെച്ചി തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. സഹോദരരെ സന്തോഷിപ്പിക്കണം. മുടന്തുള്ളവർ, നേത്രരോഗമുള്ളവർ, അപകടത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന തുടങ്ങിയവരെ സഹായിക്കണം. നല്ല മധുരമുള്ള പായസം ഉണ്ടാക്കി നായ, കാക്ക എന്നിവയ്ക്ക് കൊടുത്ത ശേഷം മറ്റുള്ളവർക്കും കൊടുക്കുക, ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് മകരത്തെ പറ്റി പറയുന്നത്. തിരുവാതിര പറയാം. തിരുവാതിര നക്ഷത്രത്തിൽ സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പ്രത്യേകിച്ചും വള, പാദസരം തുടങ്ങിയവ, പുതിയ വീടിന് ആവശ്യമായ തടി ഉരുപ്പടികൾ, ഫർണിച്ചർ, തുകലുൽപ്പന്നങ്ങൾ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, റേഡിയോ, പുസ്തകങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, ആയുധങ്ങൾ, ശരീരം നന്നാക്കാനുള്ള മരുന്നുകൾ, ടോണിക് തുടങ്ങിയവ, രത്നങ്ങളായ ഗോമേതകം, ഗാർനറ്റ്, വാഹനം, പ്രത്യേകിച്ച് 2 വീലുള്ള വാഹനങ്ങൾ, വെള്ളിയിൽ തീർത്ത ആനപ്രതിമ, വെള്ളിക്കട്ട തുടങ്ങിയവ വാങ്ങുവാൻ അക്ഷയ തൃതീയ ദിവസം വളരെ ഉത്തമമാണ്. വടക്ക് കിഴക്ക് ദിക്കിൽ വീട് വാങ്ങുന്നതോ പണിയുന്നതോ നന്നായിരിക്കും. കാര്യസാധ്യത്തിനായി ഉന്നതാധികാരികളെ സമീപിക്കുന്നതിന് ഈ ദിവസം വളരെ ഉത്തമം. നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ സമീപിക്കാൻ ദിവസം കൊള്ളാമെന്നാണ് പറയുന്നത്. വിദേശ യാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാനും ഈ ദിവസം ഉത്തമമത്രേ. ഈ തിരുവാതിര നക്ഷത്രം എന്താണ് ദാനം ചെയ്യേണ്ടത്? എന്ത് ദാനം ചെയ്യാനാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത്? എന്താണ്? ഉഴുന്ന്, ഗോമേതകം, ഇരുമ്പ്, ഈയം, അശ്വം, നീല വസ്ത്രം, എള്ള്, ഇരുമ്പ് പാത്രത്തിൽ എള്ളെണ്ണ, നീല ചെമ്പരത്തി, നീല ശംഖുപുഷ്പം, സർപ്പപ്രതിമ, മരുന്നുകൾ, സാധുക്കൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങൾ, മധുര പദാർത്ഥങ്ങൾ, കയറ്, ഗോതമ്പ്, പനഞ്ചക്കര, പിത്തള നിർമ്മിതമായ വസ്തുക്കൾ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്ന്. അപ്പൂപ്പൻ, അമ്മൂമ്മ എന്നിവരുടെ അനുഗ്രഹം അന്നേ ദിവസം തേടുക. ക്ഷേത്ര പുനരുദ്ധാരണം, നിർമ്മാണം തുടങ്ങിയ സംരംഭങ്ങളിൽ ദാനം ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്യുക. ഒരു നേരത്തെ ആഹാരം അടുക്കളയിലിരുന്ന് കഴിക്കാനും ലാൽക്കഥ പറയുന്നുണ്ട്. അന്നത്തെ ദിവസം ഒരു നേരത്തെ ആഹാരം അടുക്കളയിൽ നിന്നുകൊണ്ട് കഴിക്കുക. ഇനി പുണർദം നക്ഷത്രം നോക്കാം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരെ സ്വർണ്ണാഭരണങ്ങൾ, പ്രത്യേകിച്ച് കണ്ടാഭരണങ്ങൾ, മാല തുടങ്ങിയവ, ലാപ്ടോപ്പ്, ഗവേഷണ പുസ്തകങ്ങൾ, റിസർച്ച് ഓറിയൻറ്റഡ് ബുക്സ്, കേൾവിക്കുള്ള ഉപകരണങ്ങൾ, പേന, അലമാര, സേഫ്, വിവിധ ഇനം പട്ടുവസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, വാഹനം, കമ്പ്യൂട്ടർ ടേബിൾ, വ്യാഴൻ്റെ രത്നങ്ങളായ മഞ്ഞപ്പുഷിരാഗം, മഞ്ഞ ടോപ്പാസ് തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമം. ബിസിനസ്സുകാർക്ക് അവരുടെ ഉൽപ്പന്നത്തെക്കുറിച്ച് പരസ്യം ചെയ്യുന്നതിനും ഈ ദിവസം തിരഞ്ഞെടുക്കാം എന്നാണ് പറയപ്പെടുന്നത്. വിദ്യാരംഭത്തിനും ഉന്നതാധികാരികളെ സമീപിക്കുന്നതിനും ഈ ദിവസം വളരെ ഉത്തമമത്രേ. എന്തൊക്കെ ദാനം ചെയ്യാം? പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വർണം, പണം, പയർ, മഞ്ഞ പട്ട്, മഞ്ഞൾ, ചണം, നാരങ്ങ, ഉപ്പ്, പഞ്ചസാര, സ്വർണത്തിൽ നിർമ്മിച്ച വ്യാഴപ്രതിമ, പുഷ്പങ്ങളായ മഞ്ഞത്തച്ചി, മഞ്ഞ അരളി, മഞ്ഞ മന്ദാരം, മഞ്ഞ പുഷിരാഗം, അന്നം, സാധുക്കൾക്ക് പഠനോപകരണങ്ങൾ, വാഴപ്പഴം, നാളികേരം, ശർക്കര തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. ക്ഷേത്ര പുനരുദ്ധാരണം, നിർമ്മാണം തുടങ്ങിയ സംരംഭങ്ങളിൽ സഹായിക്കുക. സന്താനങ്ങളെ സന്തോഷിപ്പിക്കുക. ഗുരുക്കന്മാരെ പൂജിക്കുക. സൗജന്യമായി വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. മഹാവിഷ്ണുവിനെ ഭജിക്കുക. ഇതൊക്കെയാണ് അന്നേ ദിവസം ദാനത്തിന് കാര്യമായിട്ട് ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും. ഈ പൂയൻ നക്ഷത്രം ജനിച്ചവർ സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പ്രത്യേകിച്ചും വള, പാദസരം തുടങ്ങിയവ, പുതിയ തുകൽ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകൾ, ബാഗ്, പണസഞ്ചി, ഭൂമി, അടുപ്പ്, അടുക്കളയിൽ ആവശ്യമുള്ള ഉപകരണങ്ങൾ, മൺപാത്രങ്ങൾ, പുരാണ പുസ്തകങ്ങൾ, നിറമുള്ള വസ്ത്രങ്ങൾ, വീട് നിർമ്മാണത്തിന് ആവശ്യമായ മണൽ, കരിങ്കല്ല്, കമ്പി, സിമൻറ്റ് തുടങ്ങിയവ, കുരുമുളക്, ഏലക്ക, ബദാം, രത്നങ്ങളായ ഇന്ദ്രനീലം, നീലി, ലാപ്പിസ് ലാസുലി തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ ജോലിക്കാരെ നിയമിക്കാനും കൊള്ളാം. ബാധ്യതകൾ, കടങ്ങൾ എന്നിവ പെട്ടെന്ന് തീർന്നു കിട്ടുന്നതിന് കൊടുക്കാനുള്ള പണത്തിൻ്റെ കുറച്ചെങ്കിലും ഈ ദിവസം കൊടുക്കാൻ ശ്രമിക്കുക. വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ വീട് വാങ്ങുന്നതോ പണിയുന്നതോ നന്നായിരിക്കും. കൃഷിക്കാർക്ക് പുതിയ കൃഷി ഇറക്കാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. ഇവർക്ക് എന്തെല്ലാം ദാനം ചെയ്യാം? പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദാനം ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എള്ള്, കറുത്ത പശു, ഇന്ദ്രനീലം, എള്ളെണ്ണ, ഇരുമ്പിൽ നിർമ്മിച്ച ശനിപ്രതിമ, അജ്ഞനക്കല്ല്, കറുത്ത പട്ട്, കറുത്ത ധാന്യങ്ങൾ, നീല ശംഖുപുഷ്പം, നീല ചെമ്പരത്തി, കാക്ക, പോത്ത്, എരുമ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. തുകൽ, ഇരുമ്പ് തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും.
അഗതികൾക്ക് അന്നദാനം നടത്തുന്നത് ഉത്തമമാണ്. ഭൃത്യന്മാരെ സാധുക്കളെ സഹായിക്കുക. വികലാംഗരെ സഹായിക്കാൻ ലഭിക്കുന്ന ഒറ്റ അവസരവും പാഴാക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ശിവൻ, ശാസ്താവ് എന്നീ ദേവതകളെ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ എന്തൊക്കെയാണ് ദാനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ശേഖരിക്കേണ്ടത് എന്നുള്ളതാണ്. ആയില്യം നക്ഷത്രം സ്വർണം, വെള്ളി ആഭരണങ്ങൾ, കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ, മറ്റ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ ഉപകരണങ്ങൾ, തുകൽ, ലെതർ ബെൽറ്റ്, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങളായ മരതകം, ജേഡ്, പെരിഡോട്ട്, വീട്ടിലേക്ക് ആവശ്യമുള്ള സാനിറ്ററി ഉപകരണങ്ങൾ, മറ്റ് ഫർണിച്ചർ തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും വളരെ നല്ല ദിവസമാണ്. അതുപോലെ എന്തൊക്കെ അവർക്ക് ദാനം ചെയ്യേണ്ട എന്തൊക്കെയാണ്, ആ ദാനം ചെയ്യാൻ അവർക്ക് തിരിച്ച് ലഭിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പയറ്, സ്വർണം, മരതകം, പച്ചപ്പട്ട്, പഞ്ചസാര, നെയ്യ്, ആനക്കൊമ്പിൽ തീർത്ത വസ്തുക്കൾ, ശില്പങ്ങൾ, മുളക്, നൂല്, ബുധൻ്റെ പ്രതിമ, വിദ്യ, പുഷ്പങ്ങളായ മഞ്ഞത്തെച്ചി, ചേമന്തി, മഞ്ഞ അരളി എന്നിവ, ദ്വാരമുള്ള ചെമ്പു നാണയം, തത്ത, ആട്, വെള്ളി, പച്ചപ്പയർ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ശുഭഫലപ്രാപ്തിക്ക് ഉത്തമമാണ്. സാധുക്കൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യണം. അമ്മാവൻ, മറ്റ് ബന്ധുക്കൾ എന്നിവരെ സഹായിക്കുന്നത് നല്ലതാണ്. അഗതികളെയും അസുഖമുള്ളവരെയും സഹായിക്കണം. ശ്രീകൃഷ്ണനെ ഭജിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ 9 നക്ഷത്രങ്ങളെ പറ്റി ഞാൻ പറയുന്നത്. എന്തൊക്കെയാണ് ശേഖരിക്കേണ്ടത്, എന്തൊക്കെയാണ് ദാനം. ശേഖരിക്കുന്ന സംഗതികൾക്ക് ഒരിക്കലും കുറവ് വരില്ല. ദാനം ചെയ്യുന്നത് തിരിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ആചാര്യം പറയുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ദിവസം എല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുക, നന്നായിട്ട് ദാനം ചെയ്യുക, നന്നായിട്ട് ശേഖരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.